നോമ്പുകാലം ജ്ഞാനത്തിൻ്റെ സർവകലാശാലയാണ്. ജീവിതത്തെ ജ്ഞാനപൂർണമാക്കാൻ ഈ കാലഘട്ടത്തിന് സാധിക്കും. ഇന്ന് രാവിലെ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു കൊച്ചച്ചൻ എന്നോട് പറയുകയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഇടവകയിൽ ഒരു മരണമുണ്ടാകുമ്പോൾ അദ്ദേഹം കുഴിവെട്ടി സെമിത്തേരിയിൽ സംസ്കാരത്തിനായി കുഴി വെട്ടുന്ന ആ കാഴ്ച കാണാൻ കൊച്ചച്ചൻ സ്ഥിരമായി പോകും എന്ന്. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാണ് അങ്ങനെ കുഴി വെട്ടുന്നത് കാണാൻ പോകുന്നത്? ആ കൊച്ചച്ചൻ എന്നോട് പറഞ്ഞത്, അതൊരു ധ്യാനമാണ് അച്ഛാ. ജീവിതത്തിൽ അല്പമെങ്കിലും നിഗളമോ ദേഷ്യമോ മടുപ്പോ ഏതെങ്കിലും രീതിയിൽ ഒരു നിഷേധാത്മക ചിന്തയോ മറ്റെന്തെങ്കിലും അസ്വസ്ഥതകളോ വന്നാൽ അത്തരം ഒരു കുഴിയെടുപ്പ് ഒന്ന് നേരിട്ട് കണ്ടാൽ മതി. വളരെ പെട്ടെന്ന് മനസ്സ് സ്വസ്ഥമാകും, ശാന്തമാകും. ഇത്രയേ ഉള്ളൂ മനുഷ്യ ജീവിതം. ഇതിൽ സ്വച്ഛമായി, സ്വസ്ഥമായി, ശാന്തമായി മുന്നേറുക, അതുമാത്രമാണ് കരണീയമായിട്ടുള്ളത് എന്ന് കുഴിവെട്ട് കാണുന്നത് ആ ഒരു ബോധ്യം ഉളവാക്കും എന്നാണ് കൊച്ചച്ചൻ പറഞ്ഞത്. എൻ്റെ മനസ്സിലേക്ക് വന്നത് സങ്കീർത്തനം 90 ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണം ആകട്ടെ. കർത്താവായ ഈശോയെ, നോമ്പുകാലം പീഡാസഹനങ്ങളെയും മരണത്തെയും ഉത്ഥാനത്തെയും ധ്യാനിക്കുന്ന കാലമാണ്. ഞങ്ങളെ ഓരോരുത്തരെയും ജീവിതത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ചും ഞങ്ങളുടെ തന്നെ മരണനിമിഷത്തെക്കുറിച്ചും ഞങ്ങളുടെ തന്നെ ഉത്ഥാന സാധ്യതയെക്കുറിച്ചും അങ്ങ് പഠിപ്പിക്കണമേ ഈ നോമ്പുകാലത്തിൽ. ആമേൻ.